السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും കരയേണ്ടി വരുന്നവരാണ് നമ്മളൊക്കെ. പ്രിയപ്പെട്ടവരുടെ മരണം ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായും അവരോടുള്ള ബന്ധം കാരണത്താൽ അവരുടെ വേർപാടിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വേദനിക്കും, കരയും. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അപകടങ്ങൾ സംഭവിച്ചാൽ, അവർക്ക് വല്ല രോഗവും ഉണ്ടായാൽ മാതാപിതാക്കളായ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകാറുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ഹൃദയം പിടക്കുകയും വേദനിക്കുകയും കണ്ണീർ പൊഴിക്കുകയും ചെയ്യാറുള്ളവരാണ് എല്ലാ മനുഷ്യരും. ഒരു തള്ളക്കുരങ്ങ് അതിൻ്റെ കുട്ടിയെ വിട്ടു പോയപ്പോൾ ആ ചെറിയ കുരങ്ങ് ഒരു പാവക്കുട്ടിയെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ വേദനിച്ചവരാണ് നമ്മളൊക്കെ. ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളിലൂടെ മനസ്സ് പ്രയാസപ്പെടുകയും നൊമ്പരപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ ഓരോരുത്തരും. പക്ഷെ വിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ആയത്തുകൾ നമ്മെ പ്രയാസപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ നമ്മുടെ കണ്ണിൽ നിന്ന് അല്പം കണ്ണുനീർ പൊഴിക്കാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരായത്ത് നമ്മളെ സ്വാധീനിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അദ്ദേഹം പള്ളിയിലേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ചു വരാതായപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം ബോധരഹിതനായി നിലംപതിച്ചിരിക്കുന്നത് കാണുന്നത്. അദ്ദേഹത്തെ തട്ടി ഉണർത്തി വിളിക്കുകയും എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും അതിൻ്റെ ആശയവും ആലോചിച്ചു പോയി. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞാൻ നിനക്ക് താക്കീത് ചെയ്യുകയാണ് എന്ന് അല്ലാഹു പറയുന്ന ഒരായത്തുണ്ട്. ആ ആയത്ത് പാരായണം ചെയ്തപ്പോൾ നരകത്തെക്കുറിച്ച് ഓർക്കുകയും അതിൻ്റെ ഭയാനകതയെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായും ഞാൻ ബോധരഹിതനായി നിലംപതിച്ചു പോയി എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്, പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരായത്തും നമ്മളെ സ്വാധീനിച്ചിട്ടില്ല, ഒരായത്തും നമ്മുടെ നെഞ്ച് പിടപ്പിച്ചിട്ടില്ല, ഒരായത്തും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാനിന് എന്തോ പ്രശ്നമുണ്ട്, നമ്മുടെ മനസ്സിനെന്തോ പ്രശ്നമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിന്റെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫഇദാ ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പിടച്ചുപോകും. അവരാണ് വിശ്വാസികൾ, അവർ മാത്രമാണ് വിശ്വാസികൾ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ മാത്രമാണ് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പിടക്കുന്നത്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ, അള്ളാഹുവിൻ്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഈമാൻ വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സുകളിൽ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിലൂടെ ഹൃദയം കടന്നു പോകുമ്പോൾ അവരതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ അപാരമായ ആയത്തുകളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കും. പക്ഷേ നമ്മളെ ഇതുവരെ നമ്മുടെ ആയത്തുകളൊന്നും നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ മാത്രമുള്ള ചിന്തയും സ്വാധീനവും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വിശ്വാസികളോട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ മദീനയിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു
പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് തോട്ടങ്ങളുണ്ട്, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തോട്ടമുണ്ട്, ബൈറുഹ അല്ലെങ്കിൽ ബിഗറുഹ എന്ന് പറയുന്ന തോട്ടം. ആ പേര് പോലെ തന്നെ, അതിന്റെ പ്രയോഗം പോലെ തന്നെ ആ തോട്ടത്തിൽ ഒരു കിണറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിൽ ചെന്നിരിക്കുമായിരുന്നു. കാരണം അത്രയും മനോഹരമായ ഈത്തപ്പന മരങ്ങൾക്കിടയിൽ ഏറ്റവും ശുദ്ധമായ വെള്ളമുള്ള ഒരു അരുവി പോലെയുള്ള ഒരു കിണറുള്ള ഒരു തോട്ടം. പ്രവാചകൻ അതിൽ പോയിരിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നു. പ്രവാചകൻ അതിൽ പോയിരിക്കും. ഇന്ന് മദീനയുടെ മുൻഭാഗത്തെ ഗേറ്റിന്റെ തൊട്ട് മുമ്പിലായിരുന്നു ബൈറുആഹ് തോട്ടം എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത് മദീനയുടെ പള്ളിയുടെ ഭാഗമാണ്, മദീനത്തെ പള്ളിയുടെ ഭാഗമാണ്. അതിന്റെ ഫ്രണ്ട് ഭാഗം മദീനയുടെ കവാടത്തിന്റെ ഓപ്പോസിറ്റായി സ്ഥിതി ചെയ്യുന്ന ബൈറുആഹ് തോട്ടത്തിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അതിൽ ചെന്നിരിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള കാറ്റും വെളിച്ചവും ഒക്കെ അവിടെ നിന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെടുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ബൈറുആഹ് തോട്ടം ആയത്ത് അവതരിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല എന്നാണ്. അബൂ ത്വൽഹ വേഗം പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി. ഞാൻ എൻ്റെ തോട്ടങ്ങളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, എൻ്റെ സമ്പാദ്യങ്ങളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ബൈറുആഹ് തോട്ടമാണ്. അതുകൊണ്ട് പ്രവാചകരെ, അത് ഞാനിതാ ദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ട്, ആ പേടി കൊണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല, നിങ്ങൾ ഈമാനുള്ളവരാവില്ല എന്ന് കേട്ടപ്പോൾ തൻ്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സമ്പാദ്യം പ്രവാചകന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറയാണ്, എനിക്ക് നല്ല മുഅ്മിനാകണം, നല്ല വിശ്വാസിയാകണം, സ്വർഗത്തിൽ പോകണം എന്നാണ്. കൊടുക്കാനും ദാനം ചെയ്യാനും ഒക്കെ നമുക്ക് പ്രയാസമാണ്. പക്ഷെ അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ അല്പം ഈമാൻ വേണം എന്നാണ്. പ്രവാചകന്റെ സ്വഹാബികളുടെ വിഷയം അങ്ങനെയായിരുന്നു. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കാൻ പറയുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. ആ സമയത്ത് ആയിഷ ബീബി, മകൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്, എൻ്റെ ഉപ്പ ഖുർആൻ ഓതുമ്പോൾ കരയും എന്നാണ്. അതിന്റെ വചനങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുന്ന സമയത്ത് അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ സ്വാഭാവികമായും അതിന്റെ അർത്ഥങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ അവർക്ക് കണ്ണുനീര് വരുമായിരുന്നു, അവർ കരയുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒപ്പ ലോലഹൃദയനാണ്, ഇമാമത്ത് നിൽക്കാൻ മറ്റാരെങ്കിലും ഏൽപ്പിക്കൂ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് നമുക്ക് ഹദീസുകളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ധാരാളം ആയത്തുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇങ്ങനെയാണ്, അഫലാ യതദബ്ബറൂന على القرآن أم على قلوب أقفالها أفلا يتدبرون القرآن أم على قلوب أقفالها. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ടുണ്ടോ? അത് ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഹൃദയങ്ങളിലേക്ക് എന്റെ ആയത്തുകളും അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒന്നും കടന്നു ചെല്ലാത്തത്, അതിനെക്കുറിച്ച് എന്തേ ആലോചിക്കാത്തത് എന്നാണ്. തദബ്ബുർ വേണം എന്നാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥവും ആശയവും വിശദീകരണവും ഹൃദയത്തിലേക്ക് പോകണം. നമ്മളിപ്പോൾ പലരും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. പലരും ആവേശം ചോർന്നുപോയി ആ പാതി വഴിയിൽ ഉപേക്ഷിച്ചവരായിരിക്കും. പലരും ക്ഷീണം കൊണ്ട്, പ്രയാസം കൊണ്ട് തുടങ്ങി വെച്ചയിടത്തു തന്നെ നിൽക്കുന്നവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഓതുന്നതിന് പോലും പുണ്യമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വിശുദ്ധ ഗ്രന്ഥത്തോട് ഒരു അടുപ്പവും ബന്ധവും നിലനിർത്താൻ വിശ്വാസികളായ നമുക്ക് ഈ മാസത്തിൽ പ്രത്യേകം സാധിക്കേണ്ടതുണ്ട്. കാരണം ഇത് പരിശുദ്ധ റമദാൻ അവതീർണമായ മാസമാണ്. ആ മാസത്തിൽ അള്ളാഹുവിന്റെ കലാമുമായി ഒരു ബന്ധം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഏതു മാസത്തിലാണ് നമ്മൾ അള്ളാഹുവിന്റെ കലാമുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നത്? ഏതു മാസത്തിലാണ് പരിപൂർണമായി അതൊന്ന് വായിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കുക? ഏതു മാസത്തിലാണ് അതൊന്ന് ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കാൻ നമുക്ക് കഴിയുക? ഏതു മാസത്തിലാണ് അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും പഠിക്കാൻ നമുക്ക് സമയമുണ്ടാവുക? അതുകൊണ്ട് പരമാവധി അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തുകയും അള്ളാഹുവിൻ്റെ കലാമിനോട് ഒരു ബന്ധം സ്ഥാപിക്കുകയും അത് കേൾക്കുമ്പോൾ ഹൃദയം പിടക്കുകയും ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശഫാഅത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മളുടെ ദിക്റുകളും ദുആകളും നമ്മുടെ ഖിയാമുൽ ലൈലുകളും തറാവീഹുകളും ഒക്കെ അല്ലാഹു സ്വീകരിക്കുന്ന സൽക്കർമ്മമാക്കി മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പല ഭാഗങ്ങളിൽ യുദ്ധത്തിന്റെ കെടുതിയിൽ പ്രയാസപ്പെടുന്ന പ്രവാസികളായ കുടുംബക്കാരായ ആളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കേൾക്കുന്ന വാർത്തകൾ അത്ര സന്തോഷകരമല്ല. ഈ പുണ്യങ്ങൾ നിറഞ്ഞ രാത്രിയിലും പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകൾ
സുബ്ഹാനഹു വ തആല സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്ന പ്രാർത്ഥനകളാക്കി മാറ്റി തീർക്കുമാറാകട്ടെ. സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നീ സ്വാലിഹായ സന്താനങ്ങൾ പ്രദാനം ചെയ്യുമാറാകണേ. മാരകമായ അസുഖങ്ങളുടെ പിടിയിൽ അകപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നീ പ്രദാനം ചെയ്യുമാറാകണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ തമ്പുരാനെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നാളെ ഈ പള്ളിയിൽ ഇഫ്താർ സംഗമവും പ്രഭാഷണവും ഉണ്ട്. അസറിന് ശേഷം എല്ലാവരും അതിലേക്ക് എത്തിച്ചേരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ ഡോക്ടർ അബ്ദുൽ സലഫിയാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരെയും അതിലേക്ക് കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.